to a wonderful episode of Vivel Kayil Oru Kodi. Are you ready? Powered by Josco Jewellers. പുഴകൾ സ്വപ്നം കാണുന്നത് അഴിമുഖത്തെയാണ്. അത് പല വഴിയിലൂടെയും പോയിട്ട് അവസാനം ലക്ഷ്യം കണ്ടെത്തുകയാണ്. വിവൽ കയ്യിൽ 1 കോടി നൽകി ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ സഫലമാക്കുകയാണ്. മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യത്തെ ഗെയിം ഷോ ആണ്. മത്സരാർത്ഥിക്ക് മത്സരത്തിന് മുൻപേ 1 കോടി രൂപ സമ്മാനത്തുകയായി കയ്യിൽ കൊടുക്കുന്ന ഏക ഗെയിം ഷോ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടിരിക്കുന്നു വളരെ യങ് ആൻഡ് എനർജറ്റിക് ആയ വിഷ്ണുവും കവിതയും ഇപ്പോൾ 8 ലക്ഷം രൂപ കയ്യിലുണ്ട്. 5 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. We call him as Panjara. Panjara. That's a nice nickname actually. ബാലന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് അറിയോ? അറിയില്ല, ഞാൻ കേട്ടിട്ടുണ്ട് എന്തോ ബാലൻ മലയാളത്തിലെ ആദ്യത്തെ ശബ്ദമുള്ള സിനിമയായിരുന്നു. നല്ല ആളാണ് കേട്ടോ, ഐക്യു ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഭയങ്കര ബ്രെയിൻ. കവിത ഭയങ്കര ബ്രെയിൻ ആണ്. The good news is that നമ്മൾ 6ാമത്തെ ചോദ്യത്തിലേക്ക് ഈ 8 ലക്ഷവുമായി പോവാൻ പോവാണ്. Let us welcome Vishnu and Kavita to the game once again. Welcome back, Kavita and Vishnu. Thank you. How do you feel? 92 lakhs ഒക്കെ പോയിട്ട് ഇപ്പം 8 ലക്ഷമാണ് കയ്യിലുള്ളത്. 6ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ടോ? പിന്നെ തീർച്ചയായും. Okay, let us get on with the game show. അതിനു മുന്നേ 8 ലക്ഷം രൂപയാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. നമുക്ക് എല്ലാ സ്റ്റെപ്സും അറിയാം. 7 ചോദ്യങ്ങളായിരുന്നു നമുക്ക് ഒറിജിനലി ഉണ്ടായത്. യു ഹവ് ഓൾറെഡി ഫിനിഷ്ഡ് 5 ചോദ്യങ്ങൾ. 6ാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. നമുക്ക് ഗെയിമിന്റെ പൊസിഷൻ നോക്കാം എന്താണെന്ന്. 7 ചോദ്യങ്ങളിൽ വെറും 2 ചോദ്യങ്ങൾ ബാക്കി. നമ്മുടെ ഫേവറേറ്റ് ആയ ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ് നിങ്ങൾ അടുത്ത് ആൻസർ ചെയ്യാൻ പോകുന്നത്. 8 ലക്ഷം ഇപ്പോഴും കയ്യിലുണ്ട്. എനിക്ക് തോന്നുന്നു 6th ക്വസ്റ്റ്യനിൽ എത്തിയിട്ട് നിങ്ങൾ ഇപ്പോഴും ക്വിക്ക് ചേഞ്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇനി യൂസ് ചെയ്തിട്ടില്ല. നിങ്ങളുടെ എക്സ്ട്രാ 30 seconds, which is a very good thing. Are you ready to play? Yes. Okay, let's play. Vivel Kayil 1 കോടി. Are you ready? ആറാമത്തെ ചോദ്യം സർവൈവ് ചെയ്യുക. All the best. Let us go to the 6th question. The second last question for Vishnu and Kavita. All the best. Categories, please. Panchayat Governor. Governor. Selected category Governor ആണ്. Option V.V. Giri, Pattam A. Tanupilla, B. Ramakrishna Rao. ചോദ്യം ഇതാണ്, കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആരായിരുന്നു? വീണ്ടും ആൻസർ ഓപ്ഷൻസ് V.V. Giri, പട്ടം A. താണുപിള്ള ആൻഡ് B. രാമകൃഷ്ണ റാവു. പരസ്പരം ആലോചിച്ച് തീരുമാനിക്കൂ. 8 ലക്ഷമാണ് കയ്യിലുള്ളത്. ടൈം ഹാസ് ബിഗൺ. ഇതെന്തായാലും He's not a governor at all. Allah. Okay. 50 seconds left. 40 seconds remaining. Okay. 30 seconds remaining. എവിടെയോ പോയിട്ട് ഫൈനൽ തീരുമാനമെടുത്തോ? ഓക്കെ, സമയം ഇപ്പോഴും ഉണ്ട്. 10. ഓക്കെ. V.V. ഗിരിയിൽ 4 ലക്ഷം, പട്ടം A. താണുപിള്ളയിൽ ഒന്നുമില്ല, B. രാമകൃഷ്ണ റാവുവിൽ 4 ലക്ഷം. ക്വിക്ക് ചേഞ്ച് ഓപ്ഷൻ ഉണ്ട്. Do you want it or not? No. No. This is the last chance for you to use quick change. 30 extra seconds. വേണോ വേണ്ടയോ? വേണ്ട. Fixed. Step up. Okay, let us see. എന്തായാലും ഇത് രണ്ടും ശരിയാണെങ്കിൽ നിങ്ങൾ 4 ലക്ഷവുമായി 7th പോവും.
അത് രണ്ടും തെറ്റാണെങ്കിൽ like I said, kaboom, tata, bye bye. Chapter closed. Let us see. VV Giriyil 4 ലക്ഷം, B Ramakrishna Raoil 4 ലക്ഷം. Top or drop? It's really serious now. ഒന്നെങ്കിൽ 4 ലക്ഷവുമായി നിങ്ങൾ മുന്നോട്ട് പോകും, ഇല്ലെങ്കിൽ ഒന്നുമില്ലാതെ വീട്ടിലേക്ക് പോകും. It's just too sad. Please step up. വിഷ്ണുവിനും കവിതയ്ക്കും 7ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. 4 ലക്ഷം, ടോപ്പ് ഓർ ഡ്രോപ്പ്? I'm so happy for both of you. Yes. Way to go, കവിത. കവിതയുടെ ഓക്കെ, കവിതയ്ക്ക് IQ ഇല്ല ഞാൻ പറയുന്നില്ല. ഗ്രേറ്റ് IQ ആണ്. എത്രയാണ്? 130 IQ. അതുകൊണ്ടാണ് ചേച്ചിയെ വിളിച്ചത്. അതുകൊണ്ടാണ് ചേച്ചിയെ വിളിച്ചത്. See, വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള മൂമെന്റിലാണ് she has really saved you. VV ഗിരിയിൽ 2 ലക്ഷം വെച്ചത് ആരാണ്? ആണല്ലേ? സ്പ്ലിറ്റ് ചെയ്ത് സേഫ് ആയിട്ട് കളിച്ചതാണ്. ഓൾ റൈറ്റ്, ഓക്കെ. നമുക്ക് ഇനി ഒരു ചോദ്യം കൂടെ ബാക്കിയുള്ളൂ. നിങ്ങൾക്ക് 4 ലക്ഷം രൂപ ഇപ്പോഴും സുരക്ഷിതമാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ലക്കി പ്ലേസ്. അങ്ങനെയുള്ള ഒരു വിശ്വാസം ഉണ്ടോ നിങ്ങൾക്ക്? എപ്പോഴും ലക്ക് ഒരു വലിയ ഫാക്ടറാണ്. ഗോഡ്സ് ഗ്രേസ് ആൻഡ് ലക്ക് വലിയൊരു ഫാക്ടറാണ്. വിഷ്ണുവും കവിതയും 4 ലക്ഷവുമായി ഇവിടെ നിൽക്കുകയാണ്. അതിനു മുന്നേ നിങ്ങൾക്കും മത്സരിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ തരാണ്. 4 ആൻസർ ഓപ്ഷൻസ് ആദ്യം തരാം. ഓപ്ഷൻ എ നെടുമ്പാശ്ശേരി, ഓപ്ഷൻ ബി കളമശ്ശേരി, ഓപ്ഷൻ സി മട്ടാഞ്ചേരി ആൻഡ് ഓപ്ഷൻ ഡി കുറുമശ്ശേരി. ആലോചിച്ചുകൊണ്ടിരിക്കുക. ചോദ്യത്തിന് ഇനിയും സമയമായിട്ടില്ല. നമുക്ക് വിഷ്ണുവിന്റെയും കവിതേന്റെയും ഗെയിം പൊസിഷൻ നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 4 ലക്ഷവുമായി അവസാനത്തെ 7ാമത്തെ ചോദ്യത്തിലേക്ക് വരുന്ന ഫസ്റ്റ് കണ്ടസ്റ്റന്റ്സ് ആണ് നിങ്ങൾ. Come on, guys. ഒരു കാര്യം ഉറപ്പായി, യങ് ബ്ലഡിൽ എന്തോ ഉണ്ട്, ഒരു സ്പിരിറ്റ് അല്ലേ? ഒരു സ്പിരിറ്റ് ഉണ്ട്. 2 ലക്ഷം കൂടുതലുണ്ട്. യെസ്, കഴിഞ്ഞ കണ്ടസ്റ്റന്റ് 2 ലക്ഷവുമായിട്ടാണ് 7th റൗണ്ടിലേക്ക് വന്നത്. സോ 4 ലക്ഷവുമായി 7ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ one more thing I want to tell you. 7ാമത്തെ ചോദ്യത്തിൽ നിങ്ങൾക്ക് 2 ആൻസർ ഓപ്ഷൻസ് ആണ് കിട്ടുന്നത്. ഒരു ആൻസർ ഓപ്ഷൻ ഫ്രീ ആക്കി വെക്കുക. ഒന്നിൽ മാത്രമേ കാശ് വെക്കാൻ പറ്റുള്ളൂ. കറക്റ്റ് ആൻസറിന് മുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ യു ആർ ഗോയിങ് ഹോം വിത്ത് ദി amount that you have right now. അത് 4 ലക്ഷമാണ്. 7ാമത്തെ ചോദ്യത്തിന് റെഡിയാണോ? Let us play the last question for Vishnu and Kavita. 4 ലക്ഷത്തിന് 7ാമത്തെ ചോദ്യത്തിന്റെ കാറ്റഗറീസ് നമുക്ക് നോക്കാം. പുസ്തകങ്ങൾ, സ്ഥലങ്ങൾ. സ്ഥലങ്ങൾ ചോസൻ കാറ്റഗറി സ്ഥലങ്ങളാണ്. ആൻസർ ഓപ്ഷൻസ് വയനാട്, പറമ്പിക്കുളം. ചോദ്യം ഇതാണ്: ഏറ്റവും വിസ്തൃതിയുള്ള വന്യജീവി സങ്കേതം ഏത്? ആൻസർ ഓപ്ഷൻസ് വീണ്ടും വയനാട്, പറമ്പിക്കുളം. പരസ്പരം ആലോചിച്ച് തീരുമാനിക്കൂ. 60 സെക്കൻഡ് ഉണ്ട്. 4 ലക്ഷം. ടൈം ഹാസ് സ്റ്റാർട്ടഡ്.
over. 30 seconds remaining. Twenty seconds more. 10. No quick change option. അതുകൊണ്ടൊന്നും ഓഫർ ചെയ്യാനും പറ്റില്ല. ഏറ്റവും വിസ്തൃതിയുള്ള വന്യജീവി സങ്കേതം ഏത്? ചോദ്യം വയനാടും പറമ്പിക്കുളമാണ് തന്ന ഓപ്ഷൻസ്. അവസാനത്തെ ചോദ്യമാണ് വെരി ഇമ്പോർട്ടന്റ്. പറമ്പിക്കുളം 4 ലക്ഷം, വയനാടിൽ ഒന്നുമില്ല. പ്ലീസ് സ്റ്റെപ്പ് അപ്പ്. പറമ്പിക്കുളം ഇനി തെറ്റായ ഉത്തരം ആണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും വെറും കൈ കൊണ്ട് വീട്ടിലേക്ക് പോവില്ല. സൂര്യ TV ആൻഡ് സൺ നെറ്റ്വർക്ക് വക ഒരു amount. Please come forward. Again ഒരു വിസിൽ. ഈ 1 ലക്ഷം രൂപ ഞാൻ വയനാട് എന്ന ഓപ്ഷന്റെ മുകളിൽ വെക്കാൻ പോവാണ്. സോ ഇപ്പോഴത്തെ കോമ്പറ്റീഷൻ സൂര്യ സൺ നെറ്റ്വർക്കും നിങ്ങൾ രണ്ടുപേരും തമ്മിലാണ്. നമുക്ക് കിട്ടും. 7th question വരെ വന്നത് കൊണ്ട് മാത്രം. They're being nice to you, so say thanks to them. Thanks a lot. Thank you. ഇപ്പൊ ഒരു ടോപ്പ് ഡ്രോപ്പിന് ശരിക്കും റെഡി ആയ പോലെ ഉണ്ട്. എന്തെങ്കിലും കിട്ടുമല്ലോ. വയനാട് 1 ലക്ഷം, പറമ്പിക്കുളം 4 ലക്ഷം. ടോപ്പ് ഓർ ഡ്രോപ്പ്? ഭയങ്കര കഷ്ടമായി പോയത്. ഇതുവരെ സഹായിച്ചത് നിങ്ങളുടെ ഗസ് ഗെയിം ആയിരുന്നു. 7ാമത്തെ ചോദ്യത്തിൽ അത് വർക്ക് ചെയ്തില്ല. പറമ്പിക്കുളത്തിൽ വെച്ച് 4 ലക്ഷവും ഈ വയനാട്ടിലെ 1 ലക്ഷവും തമ്മിൽ 3 ലക്ഷത്തിന്റെ ഡിഫറൻസ് ആണത്. ഇറ്റ്സ് സ്റ്റിൽ എ ബിഗ് ലോസ്. നിങ്ങളുടെ 4 ലക്ഷം കിട്ടാത്തതിൽ വിഷമമുണ്ടോ? 40%. 40%. കം ഫോർവേഡ്. സൂര്യയും സൺ നെറ്റ്വർക്കും നിങ്ങൾക്കായി തന്നിരിക്കുന്ന ഈ 1 lakh ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. കോടിപതി ആവാൻ വന്ന വിഷ്ണുവും കവിതയും 1 ലക്ഷാധിപതിയായിട്ടെങ്കിലും ഇവിടുന്ന് തിരിച്ചു പോട്ടെ. Congratulations. നമ്മുടെ മെയിൻ സ്പോൺസേഴ്സ് ആയ വിവൽ ഹാസ് ഓൾസോ അറേഞ്ച്ഡ് ഒരു ഗിഫ്റ്റ് ഹാമ്പർ which you can take home. Please come forward. നമ്മുടെ ഗെസ്സിംഗ് ചാമ്പ്യൻസ് ആയ വിഷ്ണുവും കവിതയും 1 ലക്ഷം രൂപയും നമ്മുടെ ഗിഫ്റ്റ് ഹാമ്പറുമായി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ചില സമയം ഇങ്ങനെയാണ്, യുനോ, ഓരോ നിമിഷത്തില് ജീവിതം ഓരോ ടേൺ എടുക്കും. സോ അടുത്ത കണ്ടസ്റ്റൻസ് ആരാന്ന് അറിയുന്നതിന് മുമ്പ് നമ്മൾ ഒരു ഷോർട്ട് ബ്രേക്കിന് പോവാണ്. ഓൺ വിവൽ കയ്യിൽ 1 കോടി. ആർ യു റെഡി? Welcome back to Vivel കയ്യിൽ 1 കോടി. Are you ready? Powered by Josco Jewelers. എന്ത് രസമായിരുന്നു അല്ലേ വിഷ്ണുവിന്റെയും കവിതയുടെയും കളി. അവര് 7ാമത്തെ ചോദ്യം വരെ വളരെ നന്നായി മത്സരിച്ചിട്ട് അൺഫോർച്ചുനേറ്റ്ലി അവരുടെ ഗെസ്സിംഗ് ഗെയിം 7ാമത്തെ ചോദ്യത്തിൽ മാത്രം അവർക്ക് ഫേവർ ആയിരുന്നില്ല. പക്ഷേ
നമ്മുടെ അടുത്ത കണ്ടസ്റ്റൻസ് ഓൾറെഡി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് വെൽക്കം ചെയ്യാം അനീഷ് ആൻഡ് ലത. അവര് തൊടുപുഴയിൽ നിന്ന് വന്നിരിക്കുകയാണ് ഈ 1 കോടി രൂപ സ്വപ്നവും കണ്ട്. ലെറ്റ് us welcome them. നമസ്കാരം ലത, how are you? നമസ്കാരം അനീഷ്. പറയൂ, ഈ 1 കോടി രൂപ സ്വപ്നവും കണ്ടുകൊണ്ടല്ലേ നിങ്ങളിവിടെ വന്നിട്ടുള്ളത്? പറയൂ, എവിടുന്ന് വരുന്നു? തൊടുപുഴ. എന്ത് ചെയ്യുന്നു? തൊടുപുഴയിൽ നിന്ന് വരുന്നു. ലതാ സാജൻ എന്ന പേര്. LICയുടെ ഒരു പേഴ്സണൽ ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ. എൻ്റെ ആൻറ്റി ഇത്. ഞാൻ ആൻറ്റീനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നതാ. ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യാണ്. ഒരു പട്ടേൽ റോഡീസ് എന്ന് പറഞ്ഞ ട്രാൻസ്പോർട്ടിംഗ് കമ്പനിയുടെ HR ആണ്. ഓ ഓക്കെ ഓക്കെ. ഈ 1 കോടി രൂപ is all yours. പോയിക്കോളൂ, അത് തൊട്ടോളൂ. യു ക്യാൻ. അനീഷും ലതയും ഇപ്പോൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ 1 കോടി രൂപ is sponsored by ധാത്രി. ഈ 1 കോടി രൂപ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് മുന്നേ 7 ചോദ്യങ്ങളാണ് നേരിടേണ്ടത്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ മെൻഷൻ ചെയ്യാണ്, ഓരോ ചോദ്യത്തിനും മൾട്ടിപ്പിൾ ആൻസർ ഓപ്ഷൻസ് ഉണ്ടാവും. എപ്പോഴും ഒരു കാര്യം ഓർത്ത് വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ത്രൂ ഔട്ട് ദ ഗെയിം ഓർത്ത് വെക്കുക, ഒരു ആൻസർ ഓപ്ഷൻ എപ്പോഴും ഫ്രീ ആക്കി വെക്കണം. ഈ 1 കോടി മുഴുവനും ഒരു ആൻസറിന് മുകളിൽ വെക്കാം. മറിച്ചാണെങ്കിൽ 2ഓ 3ഓ ആൻസറിൽ സ്പ്ലിറ്റ് ചെയ്ത് വെക്കാം. ശരിയായ ഉത്തരത്തിന്റെ മുകളിലുള്ള എമൗണ്ട് ആണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നത്. തെറ്റായ ഉത്തരത്തിന്റെ മുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഗോൺ. ഉത്തരം നൽകാൻ 60 സെക്കൻഡ്സ് ആണ് ടൈം കിട്ടുന്നത്. റെഡിയാണോ കളിക്കാൻ? കോൺഫിഡന്റ് ആണോ? എനർജി ഉണ്ടോ? ഓക്കെ, നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. അതിന് മുന്നേ 1 more ഇൻഫർമേഷൻ. ഓരോ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ 2 കാറ്റഗറീസ് തരുന്നതായിരിക്കും. നിങ്ങൾ ചൂസ് ചെയ്യുന്ന കാറ്റഗറിയിൽ നിന്നാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടുക. ആർ യു റെഡി ടു പ്ലേ? ഓൾറൈറ്റ്, ലെറ്റ്സ് പ്ലേ. വിവൽ, കയ്യിൽ 1 കോടി. ആർ യു റെഡി? ആദ്യത്തെ ചോദ്യത്തിലേക്കുള്ള കാറ്റഗറീസ് നമുക്ക് നോക്കാം. അണക്കെട്ടുകൾ ജില്ല. കാറ്റഗറി ഇതാണ്, അണക്കെട്ടുകൾ. ആൻസർ ഓപ്ഷൻസ് നെയ്യാർ, പൊന്മുടി, മലമ്പുഴ, ഇടുക്കി. നമുക്ക് ചോദ്യം എന്താ നോക്കാം. അവസാനമായി പണി പൂർത്തിയായ ഡാം ഇവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻസ് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. നെയ്യാർ, പൊന്മുടി, മലമ്പുഴ, ഇടുക്കി. പരസ്പരം ആലോചിച്ച് തീരുമാനിക്കൂ.